തെന്നാലി രാമന്റെ കഥ കേരളത്തിലും ഇന്ത്യയിലും ഏറെ പ്രശസ്തമാണ്. തെലുങ്കാനയിലുള്ള തെന്നാലിയിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ പേര് രാമലിംഗൻ എന്നായിരുന്നു. തെന്നാലി രാമൻ വിജയനഗരത്തിലെ രാജാവായ കൃഷ്ണദേവരായരുടെ പ്രിയപ്പെട്ടവനായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ. ചിരി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്നാണല്ലോ. നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ജീവ സ്കൂളിലെ LKG 1-ലെയും UKG 3-ലെയും കുരുന്നുകൾ കഥാപ്രസംഗവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ. പ്രിയമുള്ള കലാസ്നേഹികളെ, ആലുവ അന്തോണി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് തെന്നാലി രാമൻ. തെറ്റുകുറ്റം വല്ലതുമുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ചിരി വന്നില്ലെങ്കിലും ഒന്ന് ചിരിച്ചേക്കുക. തെന്നാലിയാണ് ഗ്രാമം. അവിടെ കൊടും വരൾച്ച അനുഭവപ്പെട്ടു. മഴ പെയ്തിട്ട് മാസങ്ങളായി. കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ തെന്നാലി ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി തെന്നാലിയിലെത്തി. ആശ്ചര്യമെന്ന് പറയട്ടെ, സന്യാസിയോടൊപ്പം നാട്ടിൽ മഴയും എത്തി. ജനങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വറ്റിവരണ്ടു കിടന്നൊരു ഭൂമിയെ തൊട്ടുതാലോടുവാൻ മഴയുമെത്തി. വറ്റിവരണ്ടു കിടന്നൊരു ഭൂമിയെ തൊട്ടുതാലോടുവാൻ മഴയുമെത്തി. അതവരൊരു ആഘോഷമാക്കി. നാദം നാദം ദും 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 ദുന്ദുബിനാദം നാദം നാദം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുബിനാദം നാദം നാദം ദും 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 ദുന്ദുബിനാദം നാദം നാദം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതാണ് നമ്മുടെ കഥാനായകനെന്ന്. ആണോ? അല്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പരിഹാസ ചിരിയോടുകൂടി ഇതാ കടന്നു വരുന്നു നമ്മുടെ കഥാനായകൻ. തൂവെള്ളത്താറുടുത്ത് പൂണൂലും കുറുകെറിഞ്ഞ് താവരുന്നേ നമ്മുടെ കുഞ്ഞിരാമൻ, തെന്നാലി രാമൻ. തൂവെള്ളത്താറുടുത്ത് പൂണൂലും കുറുകെറിഞ്ഞ് താവരുന്നേ നമ്മുടെ കുഞ്ഞിരാമൻ, തെന്നാലി രാമൻ.
തരിക്കിട്ട മായാവിയാണ്, അടിമുടിയോ തന്ത്രമാണ്, കയ്യാങ്കളി കാട്ടുന്നോടുമാണ്. ഉന്നം വെക്കുന്നത് നേടും കേടികൾക്ക് കേറോപ്പാണ്, ബുദ്ധി കൊണ്ട് തന്ത്രം മെനയുന്നവനാ. തെനാലി രാമകൃഷ്ണ നീയാണു രാമകൃഷ്ണൻ, തെനാലി രാമകൃഷ്ണ നീയാണു സൂപ്പർ സ്റ്റാർ. തെനാലി അല്ലയോ സന്യാസി വരിയ, പനമരം എങ്ങനെയുണ്ട്? രാമന്റെ ചോദ്യം കേട്ടപ്പോൾ ആളുകൾക്ക് നീരസമാണ് തോന്നിയത്. നല്ല ചോദ്യം, അതും ദിവ്യശക്തിയുള്ള സന്യാസിയോട്. ഞാനൊരു കഥ പറയട്ടെ. പണ്ടൊരിക്കൽ ഒരു കാക്ക പറന്ന് ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷത്തിൽ എങ്ങനെയോ പനങ്കായ് താഴെ വീണു. ഇത് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു, പനങ്കായ് വീഴാൻ കാരണം കാക്കയാണെന്ന്. കൂട്ടരെ, നിങ്ങൾ തന്നെ പറയൂ, പനങ്കായ് വീഴാൻ കാരണം കാക്കയാണോ? ഒരിക്കലുമല്ല. ഇത് അന്ധവിശ്വാസമല്ലാതെ മറ്റെന്താണ്? രാമന്റെ ബുദ്ധിശക്തിയിൽ സംപ്രീതനായ സന്യാസി രാമന് കാളി മന്ത്രം ഉപദേശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. കാളി മന്ത്രം രാമൻ മനഃപ്പാഠമാക്കി രാത്രിയിൽ ക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. അർദ്ധരാത്രി ആയപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര രൂപം വല്ലാത്ത ശബ്ദത്തോടെ രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആയിരം മുഖങ്ങളുള്ളൊരു ദേവിക്ക് ആയിരം വായ്കൾ പിളർന്നിരുന്നു. നീണ്ട പല്ലുകൾ, കത്തുന്ന കണ്ണുകൾ, തീപ്പൊരി പോലെ ജ്വലിച്ചിടുന്നു, തീപ്പൊരി പോലെ ജ്വലിച്ചിടുന്നു. ആരാണെന്നോ? സാക്ഷാൽ കാളീദേവി. പക്ഷേ രാമന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ രാമൻ നിന്നു. നീ എന്താണ് ചിരിക്കുന്നത്? ഞാനൊരു കാര്യം ഓർത്തു ചിരിച്ചു പോയതാണ്. ഒരു മൂക്കും 2 കൈകളുമുള്ള അടിയന് ഒരു ജലദോഷം വന്നാൽ ഉള്ള അവസ്ഥ, അപ്പോൾ 1000 മൂക്കും 2 കൈകളുമുള്ള ദേവിയുടെ അവസ്ഥ ആലോചിച്ചു ചിരിച്ചു പോയതാണ്. രാമന്റെ മറുപടി കേട്ടപ്പോൾ ദേവി പോലും ചിരിച്ചുപോയി. രാമ, നിനക്ക് നൽകേണ്ടത് എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ വലതു കൈയിൽ ധനമാകുന്ന പാലും ഇടതു കൈയിൽ ജ്ഞാനമാകുന്ന പാലുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് സ്വീകരിക്കാം, ഒന്നു മാത്രം. ദേവി, എനിക്ക് രണ്ടും ഒന്ന് രുചിച്ചു നോക്കണം. അതിനെന്താ രാമ, രുചിച്ചു നോക്കിക്കോളൂ. ദേവി, അടിയനോട് ക്ഷമിക്കണം. അടിയന് ധനവും ജ്ഞാനവും വേണം. രണ്ടുമുണ്ടെങ്കിലേ ലോക ജീവിതം സുഖകരമാകൂ. രാമ, നീ ഒന്നിന് പകരം രണ്ടും കുടിച്ചു അല്ലേ? നീ ഒരു വികട കവിയായി തീരട്ടെ. ദേവി, അങ്ങനെ പറയരുത്. അടിയന് വികട കവി ആയാൽ മാത്രം പോരാ, കവിയുമാവണം. തെറ്റ് അവിടത്തെ കൂടെയല്ലേ? ആ 2 കിണ്ണവും കയ്യിൽ പിടിച്ചതിന്റെ അർത്ഥം രണ്ടിനും തുല്യ പ്രാധാന്യം എന്നല്ലേ? ദേവിക്ക് ഉത്തരം മുട്ടി. ശരി, നീ ഒരേ സമയത്ത് കവിയും വികട കവിയും ആകും. പക്ഷേ അടുത്ത തലമുറകൾ നിന്നെ അറിയുന്നത് ഒരു കവി ആയിട്ടല്ല, മറിച്ച് ഒരു വിദൂഷകൻ ആയിട്ടായിരിക്കും. അങ്ങനെ കാളീദേവിയുടെയും മുനിയുടെയും ഉപദേശപ്രകാരം രാമൻ വിജയനഗരത്തിലേക്ക് പോയി. അവിടുത്തെ രാജാവായ കൃഷ്ണദേവരായരുടെ മുന്നിൽ രാമൻ തന്റെ കഴിവുകൾ തെളിയിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അവിടുത്തെ ആസ്ഥാന കവികളിൽ ഒരാളായി നിയമിച്ചു. ഇതു രാജ്യമെങ്ങും വിളംബരം കൊട്ടി അറിയിക്കുകയും അതൊരു ആഘോഷമാക്കുകയും ചെയ്തു.
प्रणवामृतवारी परिपालय परमेशी कमलालय श्रीदेवी अभयाम्बिका करुणाम्बुराशी धीं तारा धीं धीं तारा चडुलमाय गानमाय നടനമാய் നിറയണേ നാമശരങ്ങളിൽ ഓതുങ്ങുമോ പ്രാണങ്ങളിൽ ദിവ്യപാദാംശു ശരണം നീ ജനനി നാദവിമോഹിനി ഭുവന പാലിനിയേ അനാഥ രക്ഷകനീ ജനികാരകി ത്രിപുര മനോഹരിയേ ഒരിക്കൽ പഞ്ചാബിൽ നിന്ന് ഒരു ഫയൽമാൻ വിജയനഗരത്തിലെത്തി. അയാൾക്ക് വലിയ അഹങ്കാരം. ഗുസ്തി മത്സരത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. വിജയനഗരത്തിലെ മല്ലന്മാരെല്ലാം ഈ പഞ്ചാബിയെ കണ്ടപ്പോൾ ഭയന്നുപോയി. കുടമണി പോൽ മുടി നെറുകയിൽ കെട്ടിവച്ച കുടമണ്ടിക്കാരൻ സർദാർജി. കുടമണി പോൽ മുടി നെറുകയിൽ കെട്ടിവച്ച കുടമണ്ടിക്കാരൻ സർദാർജി. 10,000 പറ നെല്ലുകൊള്ളും ഒരു 10,000 പോലുള്ള പഞ്ചാബി. 10,000 പറ നെല്ലുകൊള്ളും ഒരു 10,000 പോലുള്ള പഞ്ചാബി. ആരെ കിട്ടിയാലും തവിട് പൊടിയാക്കും. പക്ഷേ രാമൻ മുന്നോട്ട് വന്നു. തിരുമേനി, അവിടുന്ന് കൽപ്പിച്ചാൽ ഈ ഫയൽവാനെ അടിയൻ തോൽപ്പിക്കാം. രാമ, തമാശ കളയോ? ഇത് നല്ല യുദ്ധമാണ്. തിരുമേനി, അടിയൻ പറഞ്ഞത് തമാശയല്ല. ഓഹോ, എങ്കിൽ നടക്കട്ടെ, വിജയിച്ചു വരൂ. പക്ഷേ തിരുമേനി, വിജയനഗരത്തിലെ മല്ലന്മാരെല്ലാം കൂടി എന്നെ പല്ലക്കിലെടുത്ത് അയാളുടെ മുന്നിലെത്തിക്കണം. ശരി, അങ്ങനെ ആവട്ടെ. പഞ്ചാബി ഫയൽവാൻ നോക്കിയപ്പോൾ വിജയനഗരത്തിലെ മല്ലന്മാർ തന്റെ എതിരാളിയെ അതാ പല്ലക്കിലേറ്റി കൊണ്ടുവരുന്നു. ഇത്രയും മല്ലന്മാർ ആനയിച്ചു കൊണ്ടുവരുന്ന ഈ മഹാമല്ലൻ എന്തായാലും ആളത്ര നിസ്സാരക്കാരനാകില്ല. നിങ്ങൾക്ക് എന്തൊക്കെ മുറകൾ അറിയാം? ഇന്ന് ലോകത്തുള്ള എല്ലാ മുറകളും എനിക്ക് വശമാണ്. ഓഹോ, എങ്കിൽ നാളത്തെ നമ്മുടെ പോരാട്ടം ജമ്പുക മുറയിലാവട്ടെ. രാമൻ പോയി കഴിഞ്ഞപ്പോൾ പഞ്ചാബി ഫയൽവാന് ഒരു ഭയം. എന്താണ് ഈ ജമ്പുക മുറ? താൻ കേട്ടിട്ട് പോലുമില്ല. പരിചയമില്ലാത്ത മുറയിൽ യുദ്ധം ചെയ്താൽ തോൽവി നിശ്ചയം. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പഞ്ചാബി ഫയൽവാനെ കാണാനില്ല. അയാൾ പേടിച്ചു രാത്രി തന്നെ നാടുവിട്ടു. രാമ,
പഞ്ചാബി ഫൈവാലെ ഭയപ്പെടുത്തിയ ജംബുകമുറ എന്താണ്? തമ്പുരാനെ, ജംബുകൻ എന്നാൽ കുറുക്കൻ. കുറുക്കൻ കൗശലക്കാരനാണല്ലോ. ഓഹോ രാമ, അപ്പോൾ അഭ്യാസമില്ലാതെ ബുദ്ധി കൗശലം കൊണ്ട് വിജയം വരിക്കുന്നതാണ് ജംബുകമുറ അല്ലേ? ഇങ്ങനെ പല മുറകളും കൗശലങ്ങളും കാട്ടി രാജാവിന്റെയും ജനങ്ങളുടെയും പ്രിയപ്പെട്ടവനായി രാമൻ മാറിക്കൊണ്ടേയിരുന്നു. രാമൻ മരിക്കുന്നില്ല, എന്നും ജനങ്ങളുടെ മനസ്സിൽ ചിരഞ്ജീവിയായി അദ്ദേഹം ജീവിക്കുന്നു. ഇതോടുകൂടി ഈ എളിയ കലാകാരന്റെ കഥാപ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.